ബാലൻസ് വന്ന പുട്ടുകൊണ്ട് ഞാനിങ്ങനെ കടുകും വേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഇവിടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ബിരിയാണി വെക്കാനുള്ളത്. കുട്ടികളൊക്കെ പുറത്തത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഫോണുമ്പോൾ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരിഞ്ഞി കുറേ നേരം അങ്ങനെ ഒരു ഫോണിലും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ നെയ്സ് നല്ല ഉറക്കമായിരുന്നു, ഓളങ്ങനെ ഉറക്കം എണീറ്റിട്ടുണ്ടായിരുന്നു. ഓളങ്ങനെ ഉറങ്ങി എണീറ്റത് ഇവരെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഈച്ച പൊതിൻ്റെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം ഇവൾ എണീക്കാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കായിരുന്നു ഇവരൊക്കെ ഓളെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൾ ഉറക്കം ചോദിച്ചപ്പോൾ എന്താ ഇപ്പോൾ സംഭവം, എല്ലാവരും എന്താ ഇന്നെ നോക്കണേന്നുള്ള മട്ടിലാട്ടോ ഈ നോക്കണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ചോറൊക്കെ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ ഓലക്കൊടി ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കട്ടാക്കുന്നുണ്ട് കേട്ടോ അമ്മ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇവരൊക്കെ പോവാണ് കേട്ടോ, അമ്മയും കുട്ടികളും എല്ലാവരും പോവായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചോരി തുടക്കാനും കൊട്ടാനും മോറാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം തുണികൾ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. മടക്കി വെക്കാൻ ഞാൻ അലമാര ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ റെഡിയാക്കി വെക്കും. പിന്നെ അത് അലങ്കോലമാവും തന്നെ ഡെയിലി കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ നേരാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു, ഓളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കിന് ഓൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ച് കബോർഡൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ജനലൊക്കെ തുടക്കാനും ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. റൂമിലെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വേറെ വിരിക്കലും എല്ലാതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇവിടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാൻ. അപ്പോൾ ഉമ്മി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നേരാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്ത അമ്മക്ക് അത്രയും ആശ്വാസമാകുമല്ലോ. പിന്നെ ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ തീമിട്ടിട്ടുണ്ടായിരുന്നു, അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈവനിങ്ങും ചെടികളൊക്കെ നനച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഈ ചെടിയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഏട്ടൻ്റെ വൈഫ്, അതായത് മൂത്തച്ചികൾ തന്നതാണ് ചെടികളെല്ലാതും. 2 ചെടിപ്രാന്തികളാണ് എൻ്റെ 2 മൂത്തച്ചികൾ കേട്ടോ. നല്ലോണം ചെടി ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ചെടിക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം നല്ല ചളി ഉണ്ടായിരുന്നു. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഊറ്റിയിട്ട് വീട് മൊത്തം ക്ലീനായി നീറ്റാക്കിയിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കയ്യോടെ പോയിട്ട് വേഗം കുളിക്കുകയും ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.